കളത്രം ഭാഗം 54. എല്ലാം ഒന്ന് കരിഞ്ഞിട്ട് ക്രീമുകൾ കൊണ്ടൊന്നും മാറിയില്ലെങ്കിൽ നമുക്ക് സർജറി നടത്താം സത്യ. കഴുത്തിലെയും കയ്യിലെയും പൊള്ളിയ ഭാഗങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെയൊന്നും നടന്നതിന്റെ നേരത്തെ പാടുപോലും ഇല്ലാതെ എല്ലാം മായ്ച്ചു കളയാം നമുക്ക്. രജിത്ത് കൂടി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സത്യ സമ്മതമെന്ന മട്ടിൽ തലയാട്ടി. സുരഭിയുടെ മുഖമിരുണ്ടു. താൻ ചെയ്തതൊക്കെ വെറുതെയായോ എന്ന മട്ടിൽ. ഇപ്പോഴും രക്ഷിതിന്റെ കണ്ണുകളിൽ സത്യയോടുള്ള പ്രണയത്തിന് മങ്ങൽ വന്നിട്ടില്ലെന്നത് അവളെ ഭയപ്പെടുത്തി. അതെല്ലാം തന്നെ ദേഷ്യമായി സത്യയോട് പ്രയോഗിക്കാൻ അവൾ തയ്യാറെടുത്തു. ഇതിനിടയിൽ പലവട്ടം കൃഷ്ണ വിളിച്ചെങ്കിലും സുരഭി അവളുടെ കോളുകൾ റിജക്റ്റ് ചെയ്തു വിട്ടു. എല്ലാവരും പോയ സമയത്ത് സുരഭി സത്യയുടെ മുറിയിലേക്ക് ചെന്നു. സത്യ അവളുടെ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പഠിക്കുവാണോ? സുരഭി സൗഹൃദഭാവത്തിൽ കയറി വന്നത് കണ്ട് സത്യ ടെക്സ്റ്റ് മാറ്റി വെച്ചു. ഈ വരവിന് പിന്നിൽ എന്താണെന്നുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. എന്താ, സർജറി ചെയ്ത് സുന്ദരിയാകാനാണോ പ്ലാൻ? ഞാൻ അങ്ങനെ വെറുതെ ചെയ്യുമ്പോൾ ചേച്ചി ചെയ്തതൊക്കെ വെറുതെ ആവില്ലേ? സത്യ പുച്ഛത്തോടെ പറയുമ്പോൾ സുരഭി ഒന്ന് ഞെട്ടി. നിനക്ക് നാക്കൊക്കെ ഉണ്ടല്ലോ. അതിന് മറുപടി കൊടുക്കാതെ സത്യ പുഞ്ചിരിച്ചു. ചേച്ചിക്ക് എന്നോട് ഇത്ര ദേഷ്യം തോന്നാൻ കാര്യം എന്താണെന്ന് ചോദിക്കുന്നില്ല. പക്ഷെ ഇത്രയ്ക്കും ക്രൂരയാവാൻ കാരണം രക്ഷിയേട്ടനെ ഞാൻ സ്വന്തമാക്കുമെന്ന് ഓർത്തിട്ടാണോ? സുരഭി ഒന്ന് ഞെട്ടി. വേഗത്തിൽ മനസ്സിലാക്കി കളഞ്ഞല്ലോ. അവന് നിന്നോടൊടുങ്ങാത്ത പ്രേമം. എന്റെ ഏട്ടന്റെ പെണ്ണാണെന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചപ്പോൾ എന്നെ പുച്ഛിച്ചു. ഏട്ടൻ കെട്ടിയില്ലല്ലോ എന്ന്. കെട്ടിയില്ലേലും അതേപോലെയാണെന്ന് എനിക്കറിയാലോ. നീ എത്ര വട്ടം അബോർഷൻ ചെയ്തിട്ടുണ്ടാകും ഈ പ്രായത്തിനിടയിൽ? സത്യ സുരഭിയുടെ വാക്കുകൾ ഒരു ഗർത്തത്തിൽ എന്നതുപോലെയാണ് കേട്ടത്. മറുപടി നൽകാൻ കഴിയാത്ത വിധം അവളുടെ നാവ് വരണ്ടിരുന്നു. ചില സത്യങ്ങൾ തനിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ കഴിഞ്ഞുപോയ തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയ അബദ്ധങ്ങൾ ഓർത്ത് അവളുടെ ഉള്ളം പുകഞ്ഞു. നീയെന്ന് വെച്ചാൽ ചത്ത് കിടന്നൊരു കാമുകനുണ്ടായിരുന്നല്ലോ വിശാൽ. എവിടെ? വന്നില്ലല്ലേ? അല്ലെങ്കിലും ഈ കാമുകന്മാരെല്ലാം ഇങ്ങനെയാ. പിന്നെ എന്റെ ഏട്ടൻ ഒരു തവണയെങ്കിലും നിന്നെ വിളിച്ചൊന്ന് തിരക്കിയോ? സുരഭി അവസരം നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അവളെ പരിഹസിച്ചു. സത്യയുടെ ഹൃദയത്തിലേക്ക് മുള്ളുകൾ വാരി എറിഞ്ഞുകൊണ്ട് അവളുടെ നിറഞ്ഞു തുളുമ്പുന്ന മിഴികളിൽ നോക്കി സുരഭി ആഹ്ലാദിച്ചു. താനീ മുറിയിലേക്ക് വരുമ്പോൾ അവളിൽ നിലനിന്നിരുന്ന ആത്മവിശ്വാസം ചോർത്തിയെടുത്തിരുന്നതിന്റെ സന്തോഷത്തോടെ സുരഭി തുടർന്നു. സർജറി എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ജയേട്ടനും അമ്മയും ഒക്കെ നിനക്ക് വേണ്ടി ഉള്ളതെല്ലാം വിൽക്കും. അങ്ങനെ മയക്കി വെച്ചേക്കുമല്ലേ നീയെ? നിന്റെ കാര്യത്തിൽ ഇതുവരെ എല്ലാം ചെയ്തത് അമ്മയായതുകൊണ്ട് ഇതിലും അമ്മ കടം വാങ്ങിയാണെങ്കിലും മുന്നിൽ നിൽക്കും. നിന്റെ അമ്മയുടെ വീട്ടുകാരെ ഒരു കാര്യത്തിലും ഉൾപ്പെടുത്താൻ അമ്മ ആഗ്രഹിക്കില്ല. അവർ നിനക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നത് അവരെക്കാൾ മുമ്പ് അമ്മ ചെയ്യും. ഈ വീട് പണയപ്പെടുത്തണമെന്ന പേരിൽ സൂര്യേച്ചിയുടെ ആദ്യത്തെ ആലോചന മുടങ്ങിയതുപോലെ വീണ്ടും നഷ്ടങ്ങൾ വിക്രമന്റെ മക്കൾക്ക് മാത്രമാകും. എടുത്തു വളർത്തി ഇത്രയും വരെ എത്തിച്ചപ്പോൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് പിന്മാറുമെന്നാണ് നിന്റെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത്. ഇതിൽ നഷ്ടം മുഴുവൻ എനിക്കാണ്. ചെറിയ കാശൊന്നുമല്ല സർജറിക്ക് മുടക്കേണ്ടി വരിക. നീയൊരുത്തി കാരണം ചേച്ചിക്ക് അവൾ ഇഷ്ടപ്പെട്ട ആളെ നഷ്ടമായി. ഒന്നിനും കൊള്ളാത്ത ഒരു കൃഷിക്കാരനെ കെട്ടേണ്ടി വന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കോളേജ് ലെക്ചറായ ചേച്ചിക്ക് പറ്റിയ ബന്ധമാണോ അത്? ഒക്കത്തിന് കാരണം നീയാ. ഇതെല്ലാം നിന്റെ പേരിലല്ലേ? അപ്പോൾ നിന്റെ ആവശ്യം വരുമ്പോൾ അമ്മ ഇത് വിളിക്കാനും മടിക്കില്ല. നഷ്ടം ഇനി എനിക്കും ഏട്ടനുമാണ്. ഏട്ടന് പിന്നെ ജോലിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്. അതുകൊണ്ട് നിന്നെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഭംഗിയുള്ള നല്ല പെൺകുട്ടികളെ കിട്ടും. അല്ലെങ്കിലും നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്ക് വെക്കുന്ന പോലെയല്ലേ നീയും ഏട്ടനും? ഇപ്പോഴാണെങ്കിൽ മൊത്തം നല്ല വികൃത രൂപവും. ശരിക്കും നിന്നെ ഒന്ന് നോക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് മറപ്പ് തോന്നുന്നുണ്ട്. അവളുടെ മുഖഭാവം കണ്ട് സത്യ മുഖം കുനിച്ചു. മറുപടിയൊന്നും അവളുടെ മനസ്സിൽ വന്നിരുന്നില്ല. ഒരു ശൂന്യത മാത്രം. ഒറ്റയ്ക്കാണെന്ന് ആദ്യമായി തോന്നുന്ന ശൂന്യത. നിർത്താൻ ഭാവമില്ലാതെ സുരഭി വീണ്ടും തുടർന്നു. എന്റെ കാര്യമോ? ചേച്ചിക്ക് കിട്ടിയ പോലെ ഒരുത്തന്റെ കൂടെ എന്നെ ജുളുവിന് വിട്ടാൽ നിനക്ക് രാജകുമാരിയായി കഴിയാമെന്നായിരിക്കും. പക്ഷേ നീ ഒന്ന് ഓർത്തു, ഇത് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ അച്ഛൻ വെച്ച വീടാണ്. ഞങ്ങൾക്ക് വേണ്ടി മാത്രം. അതായത് പെൺമക്കൾക്ക് സ്ത്രീധനം കൊടുക്കുന്നത് പോലെ കിട്ടിയത്. എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടത്. അല്ലാതെ നിന്റെ അച്ഛന്റെ ദാനമല്ല. ഞങ്ങളുടെ അവകാശമാണ്. അവിടെയാണ് നീ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്.
അതുകൊണ്ട് കുറച്ചെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ സ്വന്തമായി സമ്പാദിച്ചിട്ട് സർജറി ചെയ്യാൻ ഇറങ്ങ്. അല്ലാതെ മറ്റുള്ളവരുടെ കാശിൽ ഇതുവരെ തിന്നു കൊഴുത്തതുപോലെ മുന്നോട്ട് പോവാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇനി എൻ്റെ പ്രതികരണം. അതുമല്ല, നിന്റെ ഈ കോലത്തിൽ നിന്നോട് പ്രേമമുള്ളവരൊക്കെ സ്വീകരിക്കുമോ എന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്ക്. അതിപ്പോ ഏട്ടനായാലും നിനക്ക് ചുറ്റും വട്ടമിടുന്ന കോന്തന്മാരായാലും. എന്റെ ലക്ഷ്യം നേടുന്നത് വരെ നിന്നെ ഇങ്ങനെ തന്നെ കാണണം സത്യ. ഇല്ലെങ്കിൽ എനിക്കിനി ഇതിലും ക്രൂരമായി പെരുമാറേണ്ടി വരും. രക്ഷിതിന്റെ കണ്ണുകൾ നിന്നിലെത്തുമ്പോഴൊക്കെ നീ എന്നെ ഭയക്കണം. പിന്നെ നീ വലിയ ഡാൻസുകാരിയൊക്കെയായി ഉയർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ ഇനിയും എനിക്ക് പറ്റില്ല സത്യ. ഈ വീട്ടിൽ ഒതുങ്ങി നിന്നാൽ നിനക്ക് കേടുപാടുകൾ ഒന്നും ഉണ്ടാവില്ല. അതല്ല, അന്നത്തെ പോലെ വിവേകിനൊപ്പം പോയി തുള്ളാനും കുറെ പേരെ കൂട്ടുനിർത്താനും വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ. സുരഭി ദേഷ്യം കൊണ്ട് വിരച്ചു പറയുമ്പോൾ സത്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ പകയ്ക്ക് ഇത്രയും കടുപ്പമോ എന്നാണ് സത്യ ചിന്തിച്ചത്. ചേച്ചിക്ക് എന്നെ ഇഷ്ടമേ ഇല്ല, ഞാൻ എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് കരുതിയാൽ പോരെ? വാശിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് സത്യ ചോദിക്കുമ്പോൾ സുരഭി ചിരിച്ചു, വികൃതമായി തന്നെ. എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ എന്നേക്കാൾ മുകളിൽ പോകരുത് നീ. ഒന്നിലും നീ ഉയർന്നു പോകുന്നതോ സന്തോഷിക്കുന്നതോ ഞാൻ സഹിക്കില്ല. കാരണം നിന്നോട് എനിക്ക് അത്രയ്ക്കും വെറുപ്പാണ്. അല്ലെങ്കിലും ശത്രുവിനെ ഉയർത്തിയെ സ്നേഹിക്കാൻ എനിക്കത്ര വിശാല മനസ്സൊന്നുമില്ല. വെട്ടി തുറന്ന് പറഞ്ഞു പോകുന്നവളെ നോക്കി സത്യ ദീർഘശ്വാസം എടുത്ത് മനസ്സിനെ ശാന്തമാക്കി. ഉടനെ ഒരു സർജറി വേണ്ടെന്ന തീരുമാനത്തിലായി സത്യ. കാരണം സുരഭി പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ആയിരുന്നില്ല. സുരഭിയുടെ ഒരു ചോദ്യമാണ്, പ്രേമം തോന്നിയവർ തന്നെ സ്വീകരിക്കുമോ എന്ന ചോദ്യം. സാരംഗിയോട് താൻ പറഞ്ഞ സൂരജിനും തനിക്കുമിടയ്ക്കുള്ള ബന്ധത്തിന്റെ കെട്ടുറപ്പ് അവൾക്കൊന്ന് പരീക്ഷിച്ചറിയാൻ കൊതി തോന്നി. എത്ര പിണങ്ങിയാലും എന്ത് സംഭവിച്ചാലും സൂരജേട്ടൻ തന്നിൽ നിന്ന് അകലില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ അവൻ തന്നെ വിളിച്ചിട്ട് കുറേയധികം ദിവസങ്ങൾ പിന്നിട്ടത് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടുണ്ടാകുമെന്നും താൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നും സുരഭിയിലൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്നും അവൾ വിശ്വസിച്ചു. അതേസമയം ജയിലിൽ കിടക്കുന്ന കാമുകനു വേണ്ടി സ്വന്തം അച്ഛൻ വഴി കൃഷ്ണ കിടന്ന് ഓടുന്നത് അവൾ അറിഞ്ഞില്ല. തന്നെ പിന്തള്ളി അവിടേക്ക് മറ്റൊരു പെണ്ണ് ചേർന്നതും അവൾ അറിഞ്ഞില്ല. സൂരജ് ആദ്യമായി ഒരു പെണ്ണിനു മുമ്പിൽ വിധേയപ്പെടാൻ പോകുന്നതും അറിഞ്ഞില്ല. ഒന്നും അറിയാതെ അന്ധമായി അപ്പോഴും ആ പ്രണയത്തിൽ അവൾ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരുന്നു. തിരിച്ചറിവുകൾ കാലം നൽകുന്നതാണ്. അതിന്റെ നോവും തിരസ്കാരവും അവർണ്ണനീയവും. വിശാലും അമ്മയും സത്യയെ കാണാൻ വരുമ്പോൾ വിവേകും അവിടെ ഉണ്ടായിരുന്നു. അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നോ? നീ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വരാൻ പ്ലാനൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് അമ്മ പറഞ്ഞപ്പോഴങ്ങ് ഇറങ്ങിയതാ. ആ മറ്റേ കുട്ടി അവരിവിടം വിറ്റിട്ട് പോയി. അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു, എങ്ങോട്ടാണെന്ന് മാത്രം പറഞ്ഞില്ല. ഞാൻ ചെയ്ത ഒരു വലിയ പാപത്തിന്റെ പൊള്ളലിലാണ് അണ്ണ, മറ്റൊന്നും മനസ്സിലില്ല. അവൾ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉള്ളൂ. അതാണ് പിന്നെ സത്യം ഒന്ന് കാണാൻ പോലും വരാൻ കഴിയാതെ പോയത്. ഞാൻ കാരണം അല്ലേടാ. വിവേകിന്റെ മുഖം വല്ലാതെയായി. അല്ലണ്ണ, ഒരു പോലീസുകാരനായി ഞാൻ കുറച്ചൊക്കെ ചിന്തിച്ച് ചെയ്യാഞ്ഞതിന്റെ ഫലം. ഓരോന്ന് കാണിച്ചു കൂട്ടിയവർക്ക് ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടാം, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ ബുദ്ധിമുട്ട്. വിട്ടുപോയിട്ടും ഉള്ളിലൊരുവൾ ഇരുന്ന് ദുഷിപ്പ് പകർത്തുന്നത് വിവേക് അറിഞ്ഞു. ഒന്നും അറിയാതെ ശിഥിലമായ ഒരു കുടുംബം. നീ ചെയ്ത പാപത്തിന്റെ ഫലം എൻ്റെ മക്കളുകൂടി പങ്കിട്ടെടുക്കേണ്ടി വരുമോ സജിതേ? മരിച്ചിട്ടും മരിക്കാത്ത ദുഷിച്ച ഓർമ്മകൾ കൊണ്ടിങ്ങനെ ശ്വാസം മുട്ടിക്കാൻ ഞാനെന്ത് പാപം ചെയ്തു? തൻ്റെ വാക്കുകൾ വിവേകിനെ കഴിഞ്ഞ കാലത്തിന്റെ പൊള്ളുന്ന ഓർമ്മകളിൽ തള്ളിയിട്ടെന്ന് തോന്നിയപ്പോൾ അവൻ തന്റെ നാവിനെ പഴിച്ചു. അത് വിടണ്ണ, തിരുത്താൻ കഴിയാത്ത അധ്യായമാണ്. എഴുതപ്പെട്ട പുസ്തകം ചിതലെടുക്കുകയും ചെയ്തു. പുതുതായി ആരും അത് വായിക്കാനും പോകുന്നില്ല. വായിച്ചവരുടെ നെഞ്ചിലിരുന്ന് നേരെ നോവിക്കുകയുള്ളൂ. സത്യം എന്തു പറയുന്നു? എന്താണ് അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? കയ്യിലും കഴുത്തിലും പാട് നല്ലതുപോലെ അറിയാം. അതൊക്കെ കരിഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നെ മുഖം പാട് മാറാൻ ഓരോ മരുന്നുകൾ പരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാവും ആരുടെയും മുൻപിലേക്ക് വരാതെ ഒളിച്ചിരിക്കുക. അവളൊന്ന് ആക്റ്റീവ് ആവാൻ പിള്ളേരെ അമ്മ ഇവിടെ തന്നെ നിർത്തുന്നത് കൊണ്ട് അവരെ കാണാൻ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയാണ് എന്റേത്. നീ ചെല്ല്. സൂരജ് വിളിച്ചോ? ആവോ, അതൊക്കെ ആരാ ചോദിക്കുന്നത്? വിവേക് ഇഷ്ടക്കേടോടെ പറഞ്ഞു. വിശാലും അമ്മയും വന്നെന്നറിഞ്ഞപ്പോൾ സത്യ മക്കളെയും കൊണ്ട് ഹാളിലേക്ക് വന്നു. വിശാലിന്റെ അമ്മ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഇതൊന്നും ഒരിക്കലും ഒന്നിനും ഒരു കുറവല്ല കേട്ടോ. തൊലിപ്പുറത്തെ ഒരു പാടല്ല നമ്മളുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, നമ്മളാണ്. ടീച്ചർക്ക് സുഖമാണോ? സത്യ ഒരു ചെറു പുഞ്ചിരി ചുണ്ടിൽ നിറച്ച് ചോദിച്ചു. ഇപ്പോൾ സുഖമാണ്,
വിശാലിന്റെ കാര്യങ്ങൾ കൊണ്ടുള്ള ടെൻഷൻ മാറി. മുന്നോട്ടുള്ള ജീവിതം സുരക്ഷിതമായി പോകുന്നതിന്റെ ആശ്വാസവുമുണ്ട്. ഇപ്പോഴും പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ? അതില്ലാതെ ഞാനില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഫീസ് മേടിക്കാതെയാണ് പഠിപ്പിക്കുന്നതെന്ന വ്യത്യാസമേ ഉള്ളൂ. വീണ്ടും നിന്നെ പഠിപ്പിക്കണമെന്ന ആഗ്രഹവുമുണ്ട്. സത്യ അവരെ ഇറുകെ പുണർന്നു. തനിക്കൊരു ആപത്ത് വന്നപ്പോൾ തേടി വന്ന ഓരോരുത്തരെയും അവൾ ഹൃദയത്തിൽ കുടിയിരുത്തുകയായിരുന്നു. ഞാൻ വരാൻ ടീച്ചറമ്മേ. ആഴ്ചയിൽ ഒരിക്കൽ ഞാനിനി അവിടെ ഉണ്ടാവും. സൂരജേട്ടൻ വിളിച്ചിട്ട് കുറേ ദിവസമായി. എൻ്റെ അപകടമൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനും എല്ലാം ഒന്ന് മാറിയിട്ട് വിളിക്കാമെന്ന് കരുതി. എന്നാൽ അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ലെന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല. മുമ്പും ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് അവൻ അവളോട് പിണക്കം കാണിക്കാറുണ്ടല്ലോ. തുളസിയും വിശാലിന്റെ അമ്മയും സംസാരിച്ചിരിക്കുമ്പോൾ വിശാൽ സത്യക്കരികിൽ വന്നിരുന്നു. വിശാൽ ചിരിയോടെ നോക്കുന്നത് കണ്ടിട്ട് സത്യ എന്താ എന്ന ചോദ്യത്തോടെ നോക്കി. ഈ പാടുകൾ നിന്റെ ബന്ധങ്ങളുടെ ആഴം കാണിച്ചു തരുമെന്നൊരു തോന്നൽ. എന്താ? ഒന്നുമില്ല. മുഖത്തോ ശരീരത്തിലോ ഉണ്ടാകുന്ന ഒരു പാടിന് ആത്മാർത്ഥമായ ബന്ധങ്ങളെ ഉലയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. ആ വാക്കിലൂടെ അവൾ ആശ്വാസം കണ്ടെത്തിയത് സൂരജിന്റെയും അവളുടെയും ബന്ധത്തിലാണ്. തുടരും.